നിങ്ങൾ ഉസ്താദായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം അധികം വെച്ചതാ. കച്ചവടക്കാർ അങ്ങനെ വീഡിയോമാരെ നല്ലോണം പറ്റിക്കും, ചിലപ്പോൾ നല്ലോണം കൊടുക്കും ചെയ്യും. കച്ചവടക്കാർക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഞാൻ രാമനാട്ടുകര അങ്ങാടി ഒരിക്കല് മുന്തിരി വാങ്ങി രാത്രിയിൽ ഇങ്ങനെ ഇരുട്ടത്തിന്റെ മറവത്ത് ഇങ്ങനെ ഒരു ചെറിയ ബൾബ് വെച്ചിട്ട് 1.5 കിലോ 50 ഉറുപ്പ്യ വെക്കണം മുന്തിരിക്കാനുണ്ടാവും. ഞാൻ മുന്തിരി വാങ്ങിയ മോനുണ്ട്, ചീഞ്ഞതൊക്കെ ഉണ്ട്. ഞാൻ പൊന്നു മോനെ ആടിന് കൊടുക്കാനല്ല, എനിക്ക് തിന്നാനാണ് നല്ലത്. അല്ല സാർ നിങ്ങൾക്ക് നമ്മൾ നല്ലതേ തരുള്ളൂ, നമ്മൾ മോശം കൊടുക്കൂല. ഞാൻ പറഞ്ഞു എനിക്കല്ല, എല്ലാവർക്കും നല്ലതേ കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള സംസ്കാരം എന്താ? കച്ചവടക്കാരൊക്കെ പഠിച്ചെന്താ, തക്കാളി എടുക്കുമ്പോ അതാണ് മാറ്റിച്ചാൽ ആദ്യം നമുക്ക് ബംഗാളി കൊടുക്കാം. എന്താ ബംഗാളി മനുഷ്യനല്ലേ? ബംഗാളി എന്ന് പറഞ്ഞ എന്തോ ഒരു ജന്തുവാണെന്ന് കരുതിയിട്ട് എല്ലാ വേസ്റ്റും ബംഗാളിക്ക്, അതൊക്കെ വലിയ കുറ്റമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരാളെയും പറ്റിക്കാൻ പാടില്ല. അളവിലും തൂക്കത്തിലും പറ്റി അതൊക്കെ വലിയ കുറ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്താജിറു സദൂഖു മഅൽ അംബിയാഇ വശുഹദാ. നല്ല കച്ചവടക്കാരൻ അംബിയാക്കളോടൊപ്പം തൂക്കത്തിലും അളവിലും തട്ടിപ്പ് നടത്തുന്ന വലിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. റേഷൻ കട നടത്തുന്ന ആളുകള്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ റേഷൻ കടയിൽ പോകുമ്പോൾ അങ്ങനെ കാണാം, ഇങ്ങനെ 5 കിലോ അരി ഉണ്ടാവും, അതിങ്ങോട്ട് എടുത്തിട്ട് തുലാസിന് ഒറ്റ തട്ട അതുണ്ടാവും, അങ്ങനെ താന്ന് വരുമ്പോഴത്തേക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് എത്രങ്ങാനും ഹറാമ് ചെയ്യുന്ന തിന്നുന്ന ആളുകൾ എവിടെയെത്തൂല അങ്ങനത്തെ മനുഷ്യന്മാര്. അതുകൊണ്ട് നമ്മളുടെ ഹലാലല്ലാത്തതൊന്നും എന്റെ വയറ്റിലാവരുതെന്ന് നല്ല ബോധം ഉണ്ടാവണം. കളവ് പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന പൈസ, ആ പൈസ ഒരു ബർക്കത്തുണ്ടാവില്ല. സത്യം പറഞ്ഞുകൊണ്ട് ഹക്ക് മാത്രം നിന്നാൽ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. റമളാനിന്റെ മുമ്പ് ഇടപാടുകൾ ക്ലിയർ ചെയ്യണം. പഴയ കാലത്ത് ആളുകൾക്ക് എന്ത് സൂക്ഷ്മതയായിരുന്നു. എന്റെ ബാപ്പ സ്കൂളിലൊന്നും തോനെ പഠിച്ചിട്ടില്ല, പക്ഷേ വീട്ടില് രാത്രി ജോലി കഴിഞ്ഞ് എല്ലാം പീടിയെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുത്തിട്ട് ഒരു പെൻ എടുത്തിട്ട് വരവ് ചെലവ്